നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കഷനിലുള്ള പുതിയ 3-4 പ്രൊജക്ടുകളെ കുറിച്ചാണ്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, നിവിൻ പോളി എന്നീ 4 താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഡിസ്കഷനിലുള്ളത്. അതിൽ മോഹൻലാൽ പ്രൊജക്ട് 1 എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മളെ ചാനൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷവുമുണ്ട്. എന്നെങ്കിൽ പോലും ഏതാണ്ട് 98% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ള ദുഃഖം ഈ അവസരത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് മോഹൻലാൽ ദിലീഷ് പോത്തൻ കൂട്ടുകെട്ടിൽ ഒരു ചിത്രം വരുന്നു എന്നാണ്. ശ്യാം പുഷ്കറാണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ആരാധകർക്ക് മാത്രമല്ല, മലയാളികൾക്ക് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. കാരണം ദിലീഷ് പോത്തൻ എന്ന മികച്ചൊരു സംവിധായകൻ, അതുപോലെ തന്നെ ശ്യാം പുഷ്കരൻ എന്ന മികച്ചൊരു തിരക്കഥാകൃത്ത്, ഇവർ തമ്മിൽ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം നമുക്കറിയാം, മോഹൻലാൽ കുറെ കാലമായിട്ട് ഇത്തരം കഴിവ് തെളിയിച്ച ഡയറക്ടർമാരുടെ കൂടെ, സ്ക്രിപ്റ്റ് റൈറ്ററുടെ കൂടെ ഒന്നും സഹകരിച്ചിട്ടില്ല. അത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം. എന്തായാലും അടുത്ത കാലത്തായി, അല്ലെങ്കിൽ എമ്പുരാൻ അല്ലെങ്കിൽ തുടരും എന്ന ചിത്രത്തിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റം മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്, ഈ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. ഏതായാലും അതിൽ വലിയ സന്തോഷം തന്നെയുണ്ട്. എന്തായാലും ഈ ചിത്രം വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മളും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ കൂടിയാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹത്തിൻ്റെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. ഏതായാലും പുതിയ സിനിമ വലിയ ചരിത്രം സൃഷ്ടിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് പ്രൊജക്ട് ലോക്കായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മമ്മൂട്ടി ടിനു പാപ്പച്ചൻ ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ടിനു പാപ്പച്ചന്റെ സിനിമകളുടെ ടേക്കിംഗ് മിക്ക ആളുകൾക്കും, വ്യക്തിപരമായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അർദ്ധരാത്രി എന്ന പടം വളരെ മികച്ചൊരു സിനിമകളിൽ ഒന്നാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ കൂടിയാണ്. അവസാനമായി ഇറങ്ങിയ ചാവേർ എന്ന ചിത്രം അത്ര വലിയ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും ടിനു പാപ്പച്ചൻ എന്ന ഡയറക്ടറുടെ ഒരു കാലിബർ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ മമ്മൂട്ടി എന്നൊരു സ്റ്റാർ മെറ്റീരിയലിനെ കിട്ടുമ്പോൾ എത്തരത്തിലായിരിക്കും ടിനു പാപ്പച്ചൻ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും എനിക്കുണ്ട്. എന്തായാലും ഈ ചിത്രം ലോക്കായിട്ടില്ല, ഈ ചിത്രം കൺഫേം ആയിട്ടില്ല. അതിന്റെ ഡിസ്കഷൻ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു റൂമറാണ് മോഹൻലാൽ അമൽ നീരദ് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം. പ്രേക്ഷകർ ഏറെക്കുറെ അതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രോജക്റ്റും കൺഫേം ആയിട്ടില്ല, ഡിസ്കഷൻ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കൺഫേം ആകുകയാണെങ്കിൽ 2026 നേരത്തെ ദിലീഷ് പോത്തൻ ചിത്രവും അമൽ നീരദ് ചിത്രവും വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അടുത്തത് നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ ചിത്രമാണ്. വലിയ പ്രതീക്ഷകളാണ് വ്യക്തിപരമായിട്ട് ഈ സിനിമയിലുള്ളത്. ബി ഉണ്ണികൃഷ്ണന്റെ കഴിഞ്ഞ പടങ്ങൾ കുറച്ച് മോശമായിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാലിബർ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഉറപ്പാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമയിലെ ടേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ കാലിബർ അല്ലെങ്കിൽ എബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രെയിൻ ഡയറക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരാള് സത്യനന്ദിക്കാട്, ജോഷി, ആ കാറ്റഗറിയിലേക്ക് ചേർത്ത് വെക്കാവുന്ന ആള് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ. എന്തായാലും അദ്ദേഹം നിവിൻ പോളിയുമായിട്ട് ഒരു പുതിയ ചിത്രം വരാനിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. ഇത് കൺഫേം ആയ പ്രൊജക്റ്റാണ്. അടുത്ത വർഷത്തോടായിരിക്കും മിക്കവാറും ഇതിന്റെയൊക്കെ ഷൂട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും റിലീസൊക്കെ ഉണ്ടാവുകയെന്ന് വിചാരിക്കുന്നു. അടുത്തത് പൃഥ്വിരാജ് തരുൺ മൂർത്തി ചിത്രമാണ്. ഓപ്പറേഷൻ കംബോഡിയ എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ ചിത്രം ഉറപ്പായതാണ്. മിക്കവാറും അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് റിലീസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് ആണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ചിത്രത്തിലുള്ളത്. തരുൺ മൂർത്തി എന്നൊരു സ്റ്റാർ ഡയറക്ടർ, പൃഥ്വിരാജ് എന്നൊരു സ്റ്റാർ ആക്ടർ, ഈ രണ്ട് ഘടകങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ തരുൺ മൂർത്തി നമുക്കറിയാം വളരെ വ്യത്യസ്തമായ രീതിയിൽ പടം എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തമായ ഒരു കാഴ്ച ദൃശ്യവിസ്മയത്തിനായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ പറയപ്പെട്ടവയാണ് നിലവിലുള്ള റൂമേഴ്സ്. അതിൽ 1-2 പ്രോജക്റ്റ്, ഉദാഹരണത്തിന് മോഹൻലാൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ പ്രോജക്റ്റ് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ പ്രോജക്റ്റ് ഉറപ്പായിട്ടുണ്ട്. പൃഥ്വിരാജ് തരുൺ മൂർത്തി പ്രോജക്റ്റും ഉറപ്പായിട്ടുണ്ട്. ഈ 3 പ്രോജക്റ്റുകളും ഉറപ്പായിട്ടുണ്ട്. ടിനു പാപ്പച്ചൻ മമ്മൂട്ടി പ്രോജക്റ്റ് ഡിസ്കഷനിലാണ്. മിക്കവാറും ഉറപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.
വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള സിനിമകളാണ്, വലിയ പ്രതീക്ഷകളാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും മലയാള സിനിമ ആകെ മൊത്തത്തിൽ ഒരു ചേഞ്ചിങ് ട്രാക്കിലാണ്. വലിയ രീതിയിലുള്ള കളക്ഷനാണ് എല്ലാ സിനിമകളും മലയാളത്തിൽ നേടുന്നത് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.